സർ, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇനി നമ്മുടെ പല തെരഞ്ഞെടുപ്പുകളിലും പ്രസക്തി ഉണ്ട്. നമ്മളിപ്പോ ആസാമിലൊക്കെ നോക്കുമ്പോൾ 20-23 സീറ്റ് വരെ മാത്രമാണ് അവർക്ക് ഫലം സൂചിപ്പിക്കുന്നത്, എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. അത് ബി.ജെ.പിയുടെ ഒരു ആധിപത്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും കാര്യം പിന്നെ നമ്മൾ പറയേണ്ടതില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രസക്തി കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കോൺഗ്രസിന് പ്രസക്തി ഉണ്ടല്ലോ. ഇപ്പോഴും കേരളമടക്കം 4 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നു, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഒരു ശക്തമായ പ്രതിപക്ഷമാണ്. ഞാൻ പറഞ്ഞ 6-7 സംസ്ഥാനങ്ങൾ, അല്ല 5-6 സംസ്ഥാനങ്ങളിൽ ഭരിക്കുകയും 3-4 സംസ്ഥാനങ്ങളിൽ ശക്തമായ സാന്നിധ്യം അല്ലല്ലോ. അവർക്ക് വേണ്ടി ഭരണത്തിൽ വരാം. ഹരിയാന ഒക്കെ എന്നാലും നമ്മൾ എത്രയൊക്കെ കൺസിഡർ ചെയ്താലും ഒരു 8 സംസ്ഥാനങ്ങളിൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ അതിപ്പോ ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം പല സംസ്ഥാനങ്ങളിലൊന്നുമില്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലൊന്നുമില്ല. ഇപ്പോ അവർ ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ അവർ പുറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ മറ്റേ ഫാർ ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞ അതല്ല, ബി.ജെ.പിക്ക് ഇപ്പൊ അപ്പർ ഹാൻഡ് ഉണ്ട്, അത് നമുക്കറിയാലോ. 230 സീറ്റ് ബി.ജെ.പിക്കും 100 സീറ്റ് കോൺഗ്രസിനും അല്ലേ പാർലമെന്റിലുള്ള. അതുകൂടി ഇന്ത്യ സഖ്യം ബി.ജെ.പിയുടെ ആന്ധ്രയിൽ നിന്ന് കിട്ടിയ വോട്ട് ആരുടെയാണ്, അല്ലെങ്കിൽ ബീഹാറിൽ നിന്ന് കിട്ടിയത് ആരുടെയാണ്, അതങ്ങനെയുള്ള ഞാൻ പറഞ്ഞ സഖ്യമൊക്കെ പോട്ടെ, ഇപ്പൊ പാർലമെന്റിലെ സ്ട്രെങ്ത് എങ്കിലും. എന്റെ ചോദ്യം ഏതെങ്കിലും പാർട്ടി പ്രസക്തമാവോ അപ്രസക്താവോ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ 77 കോൺഗ്രസ് അപ്രസക്താവേണ്ടതാണ്. 77 ഒരു സീറ്റ് പോലും വടക്കേ ഇന്ത്യയിൽ കിട്ടിയില്ല. അതിനുശേഷം പിന്നെ അടുത്ത കയറി. ഞാൻ പറഞ്ഞ അതിന് സാഹചര്യങ്ങൾ ഉണ്ടാവാം.